ദാസേട്ടൻ ഒരു ജനകീയനാണ്, നാടറിയുന്ന ആളാണ്. കൊയിലാണ്ടിയിൽ ഏത് വിഷയത്തിലും ഇടപെടും. പ്രവീൺ കുമാർ ആവാനാ സാധ്യത. എൻ്റെ ഒരു ദാസേട്ടൻ തന്നെ ജയിക്കണം. നിലവിലെ LDFിൻ്റെ ഭരണപ്രകാരം ദാസേട്ടന് കിട്ടാൻ സാധ്യത കുറവാണ്. ഭരണം മാറണം. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു. മുൻ MLA കെ ദാസനും കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺ കുമാറുമാണ് LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളായി പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഇത്തവണ രണ്ട് മുന്നണികളും കൊയിലാണ്ടിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കൊയിലാണ്ടിക്കാർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ചേട്ടാ നമസ്കാരം. യെസ്, അല്ല, ഈ കൊയിലാണ്ടിയിലെ കെ ദാസനും കെ പ്രവീൺ കുമാറും ഏറ്റുമുട്ടുമ്പോൾ ആർക്കൊപ്പമായിരിക്കും ജയം എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. നല്ല ഫൈറ്റൊന്നും ഉണ്ടാവില്ല പ്രാവശ്യം. LDFിനപ്പം തവണ മാറാൻ സാധ്യതയുണ്ട് എന്നാ തോന്നുന്നു. നിങ്ങളെന്നെ ജീവിക്കാൻ വിടില്ലല്ലേ? ഇവിടെ ദാസേട്ടനാന്ന് സാധാരണ ജയിക്കാറ്. ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. മാറുമെന്ന് പറഞ്ഞത് അത് ഒരേ ഇതാണ്, നമ്മുടേതാണ് ഇത് നമ്മൾ പറയുന്നത്. സാധ്യത എനിക്കൊന്നും പറയാനായില്ല. നല്ല ഫൈറ്റാണോ ഇത്തവണ? അതെ, നല്ല ഫൈറ്റാണ്. പൊരിഞ്ഞ പോരാട്ടം. പഴയ പോലെയല്ല, പഴയ പോലെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. ഇത്തവണ കൊയിലാണ്ടിയിൽ എന്തും സംഭവിക്കാം. എന്തും സംഭവിക്കാം. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് സാധാരണ LDFിനാണ് കൊയിലാണ്ടി പൊതുവെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് LDFിനാണ്. ഇപ്രാവശ്യം മുമ്പൊക്കെ കോൺഗ്രസിൻ്റെ ഇത്തവണ ആർക്കെന്ന് പറയാനുള്ള ചാൻസ് ഇല്ല. രണ്ടും സ്ട്രോങ്, രണ്ടാളും സാധ്യതയുണ്ട്. കൊയിലാണ്ടിക്കാർ രണ്ടാളും ഏറ്റുമുട്ടുമ്പോഴേ ആർക്കായിരിക്കും? ദാസേട്ടൻ തന്നെയാണ്. ദാസേട്ടൻ തന്നെ വരും. ദാസേട്ടൻ ഭയങ്കര ജനകീയനാണ് തോന്നുന്നു അല്ലേ? ദാസേട്ടൻ ഇവിടെ നല്ല പ്രവർത്തിച്ച് ശീലമുള്ള ആളാ. അതുകൊണ്ട് ദാസേട്ടൻ തന്നെ മിക്കവാറും എൻ്റെ ഒരു ദാസേട്ടൻ തന്നെ ജയിക്കണം. ദാസേട്ടൻ കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ചതാണ്. ഇപ്പോൾ പിന്നെ നമ്മളെ സഖാവ് ജമീല ടീച്ചർ മരിച്ചുപോയി. അതിനുശേഷം വേറെ മരിച്ചുപോയി. അതിനുശേഷം ഇപ്പം പിന്നെ ദാസേട്ടൻ തന്നെ എടുത്തിട്ട് വെച്ചാൽ ഇവിടെ വികസനം കൊണ്ടുതന്നെയാണ്, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും മൂപ്പര് നല്ല രീതിയിൽ. കോൺഗ്രസ് പ്രതീക്ഷ ഇവിടെ തന്നെ ഇതിൻ്റെ മുമ്പ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. കോൺഗ്രസ്സുകാർ തന്നെ വന്നിട്ട് ഒട്ടിച്ചതാണ്. കോൺഗ്രസിനെ പറ്റിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി പ്രവീൺ കുമാർ എന്തോ വേറെ കേസിലൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെല്ലാം കഥയൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്നു, പോസ്റ്റർ. ആ പോസ്റ്റർ കോൺഗ്രസ്സുകാരനെ പർച്ചേസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവരെ ഉള്ളിൽ തന്നെ തമ്മാമിൽ ആര് നിൽക്കണം എന്നുള്ളൊരു നിയന്ത്രണം ഇല്ലാത്തൊരു ടീമാണ് പോലെ. അപ്പോൾ അതാണ് തിരിച്ചടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഇപ്പം 4-5 വർഷമായിട്ടാണ് തോന്നുന്നു, എനിക്ക് എൻ്റെ അറിവിൽ തോന്നുന്നത് 5 വർഷമാണെന്ന് തോന്നുന്നു LDF തന്നെ ഭരിക്കുന്നത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി. അതിൽ ഇപ്പോൾ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് വന്നിട്ടില്ല. എല്ലാ കാര്യത്തിലും മൂപ്പര് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും എവിടെ എന്തിനും ചെറിയ പരിപാടി ജയിക്കും. ദാസേട്ടൻ തന്നെ ജയിക്കുന്ന പറയുന്നത്. ദാസേട്ടൻ തന്നെ ജയിക്കും. ദാസേട്ടൻ എല്ലാത്തിനും മുമ്പിലുണ്ടാകുന്ന ആളാണ്, നല്ലൊരു വ്യക്തിയാണ്. ഒരു MLA അല്ലാത്തൊരു വോട്ടർസ് കളിച്ച് പോരൊക്കെ പോകുന്ന ടീമാണ്. സ്വന്തമായിട്ട് അങ്ങനെ സമ്പാദ്യം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ്. പ്രവീൺ കുമാർ ആവാനാ സാധ്യത. അങ്ങനെ പറയാൻ കാരണം ഇല്ല, പൊതു ഇത് കണ്ടിട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയൊക്കെ ഉണ്ടാക്കിയ മുന്നേറ്റം ഗുണം ഒരു പ്രചോദനമായിരിക്കും എല്ലാവർക്കും. ഷാഫി ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് UDFിനെ നല്ലോണം പോസിറ്റീവ് ആക്കുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രവീൺ കുമാർ അഡ്വക്കേറ്റ് പറയാൻ കാരണം നല്ല വികസനം ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഇത്തവണ UDF കൊയിലാണ്ടി കൊണ്ടുപോകും. എന്ത് ഉറപ്പാണ്? ആരാ പറയുന്നത്? ഞാൻ പറയുന്നത് ദാസേട്ടൻ ഉറപ്പാ. ഞാനും പറയുന്നത് ദാസേട്ടൻ കൊണ്ട്. നിങ്ങൾ ഭയങ്കര ചങ്ക്സ് ആണ്, പക്ഷേ ചങ്ങൊക്കെയാണ് പറ്റൂല. ഇല്ല ദാസേട്ടൻ അല്ല, പ്രവീൺ കുമാർ. പ്രവീൺ കുമാർ ഉറപ്പാ. വൻ ഭൂരിപക്ഷത്തോടെ 10,000 ഭൂരിപക്ഷം കുറഞ്ഞാലും ദാസേട്ടൻ ജയിക്കും. കുറഞ്ഞാലും ഇവർ പറയുന്ന ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കും. കഴിഞ്ഞ ഭൂരിപക്ഷം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇല്ല, ഇപ്രാവശ്യം പ്രവീൺ കുമാർ പേടിച്ചിട്ടാണ്
ജയിച്ചിരിക്കും ജയിച്ചിരിക്കും. ഇവര് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പറയുന്നുണ്ടല്ലോ. ഏയ് എന്ത് പറഞ്ഞാലും ദാസേട്ടൻ. ജമീല 8,000 വോട്ടിനാണ് ജമീല ജയിച്ചത്. ഇപ്രാവശ്യം പ്രവീൺ കുമാർ 10,000 കണക്കിൽ വോട്ട് ജയിക്കും. കാണാം, നമുക്ക് കാണാം. ദാസേട്ടൻ. കാരണം എല്ലാം കൊണ്ടും ഇതിനു മുൻപ് നിന്നിട്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദാസേട്ടനായിരിക്കും. ദാസേട്ടൻ തന്നെ വരും. ആദ്യം പ്രവീൺ കുമാറാണ്. പറയാൻ കാരണം കാരണം കൊയിലാണ്ടിൻ്റെ വികസനത്തിന് ഒരു മാറ്റമില്ല, അതുകൊണ്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ദാസേട്ടനാക്കി വയ്ക്കുക. പറയാൻ കാരണം ഇതുവരെ അങ്ങനെയാണ് ഇതേ കണ്ടത്. കൊയിലാണ്ടിയിൽ ഇല്ല. UDF സാധ്യതയുണ്ട്, എന്നാലും LDF ചെറുങ്ങനെ സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യത UDF ഇത്തവണ UDF സീറ്റ് പിടിക്കും. സീറ്റ് പിടിക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ നിലവിൽ LDF ഭരണപ്രകാരം ദാസേട്ടന് കിട്ടാൻ സാധ്യത കുറവാണ്. LDF എല്ലാവരും ഒരു ഭരണത്തിൻ്റെ പ്രശ്നമാണ്. സഖാക്കന്മാരൊക്കെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. പ്രവീൺകുമാർ നോക്കാം, നമുക്ക് എല്ലാവരും ജനങ്ങൾ തിരഞ്ഞെടുക്കും. നല്ല ആരാന്ന് വെച്ചാൽ ദാസേട്ടന് ഇതിന് മുമ്പിൽ MLA ആയതാണ്. നമുക്ക് നോക്കാം, ഇപ്പോൾ ദാസേട്ടന് ജയിക്കണ്ടാവും. അവിടെ ഇല്ല, ഇവിടെ ഇല്ല. LDF ഭരണം നന്നാവുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ പറയുന്നുണ്ടല്ലോ, LDF ഭരണം മാറണം എന്നൊക്കെ അല്ലേ. ഭരണം മാറണം. മോശം. ആദ്യത്തെ പിണറായി ഗവൺമെന്റ് നന്നായിരുന്നു. ആദ്യത്തെ 5 കൊല്ലം, പിന്നെ അങ്ങോട്ട് പോകാം. അതേ രക്ഷയുള്ളൂ. പ്രവീണയിക്കും. പ്രവീൺ കുമാർ തന്നെ. സർക്കാരിൻ്റെ ഒരു ഭരണം ശരിയില്ല, ഭരണം മാറണം. ദാസേട്ടൻ തന്നെ 100%. എന്ന് പറയുന്നത് ദാസേട്ടൻ ഒരു ജനകീയനാണ്, നാടറിയുന്ന ആളാണ്. കൊയിലാണ്ടിയിൽ ഏത് വിഷയത്തിലും ഇടപെടും. ഒന്നും മരിച്ചു വിടാലും കല്യാണം വിടാലും എല്ലായിടും എത്തും. അത്രയും ജനകീയനാണ്. പ്രവീൺ നാട്ടുകാരാണ്. പ്രവീൺ ഈ അടുത്ത കാലത്താണ് കൊയിലാണ്ടിയായിട്ട് ബന്ധപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വന്നതിന് ശേഷമാണ്. എല്ലാവർക്കും അറിയില്ല. അങ്ങനെ പ്രശ്നം. നിലവിൽ ദാസേട്ടൻ ഒരു ജനകീയനാണ്. പിന്നെ പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പ്രവീൺ DCC സെക്രട്ടറി ആണെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് കൊയിലാണ്ടിയായിട്ട് അത്ര ബന്ധമില്ല. നേരത്തെ നാദാപുരത്തൊക്കെ മത്സരിച്ചിട്ടുണ്ടെന്നല്ലാതെ കൊയിലാണ്ടിയിൽ അത്ര ബന്ധം, ജനങ്ങളിലിടയിൽ അത്ര ബന്ധമില്ല. ദാസേട്ടൻ ജനകീയനാണ്. നേരത്തെ 2 തവണ MLA ആയിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലൂടെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഇടപെടൽ നടത്തിയാണ്. അതുകൊണ്ട് ദാസേട്ടന് ഇന്നേ സാധ്യത കൂടുതൽ. കൊയിലാണ്ടി നിയോജക മണ്ഡലം എന്നത് നേരത്തെ UDF-നൊപ്പം നിന്ന് പിന്നീട് കുറച്ചു കാലങ്ങളായി LDF വിജയിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ അത് ആർക്കൊപ്പമായിരിക്കുമെന്ന ചോദ്യത്തിന് മുൻ MLA K ദാസൻ വിജയിക്കുമെന്നും നിലവിലെ DCC അധ്യക്ഷനായിട്ടുള്ള K പ്രവീൺകുമാർ വിജയിക്കുമെന്നും പറയുന്നവരുണ്ട്. എന്തായാലും ജനം വിധിയെഴുതട്ടെ. പ്രവചനാതീതമാണ് കൊയിലാണ്ടിയിലെ മത്സരം. അതുകൊണ്ട് തന്നെ പൊരിഞ്ഞ പോരാട്ടമാണ് ഇത്തവണ കൊയിലാണ്ടിയിൽ നടക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.